ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിച്ചുകൊണ്ട് ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലിൻ്റെ സർഫേസിൽ പ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ചെയ്യുന്നത് മെറ്റൽ സർഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിനുമാണ്. ഇതുകൂടാതെ ധാരാളം ഇൻഡസ്ട്രിയൽ പർപ്പസും ഇതിനുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു അയൺ റിങ്ങിൽ സിൽവർ കോട്ട് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിനായി പോസിറ്റീവ് സൈഡ് സിൽവർ ഇലക്ട്രോഡും നെഗറ്റീവ് സൈഡ് അയൺ റിങ്ങും എടുത്തിരിക്കുന്നു. ഇവ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്യുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഇലക്ട്രോഡും ഒരു കറണ്ട് സോഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി സിൽവർ റോഡിൽ നിന്നും സിൽവർ അയൺ റിങ്ങിൻ്റെ സർഫേസിൽ പ്ലേറ്റ് ചെയ്യുന്നത് കാണാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. കെമിക്കൽ റിയാക്ഷൻസ് വഴി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെൽസിൻ്റെ മെത്തേഡ് ഓഫ് വർക്കിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡ്രൈ സെൽ, മെർക്കുറി സെൽ, നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയോൺ സെൽ തുടങ്ങിയവയാണ് പ്രധാനമായുമുള്ള സെൽസ്. ഇനി ഇത് ഓരോന്നും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഡ്രൈ സെൽ റേഡിയോസ്, ക്യാമറ, ക്ലോക്ക്, ടോയ്സ് മുതലായവയിലാണ് ഡ്രൈ സെൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മെർക്കുറി സെൽ വാച്ചസ്, കാൽക്കുലേറ്റേഴ്സ്, ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് തുടങ്ങിയവയിലാണ് മെർക്കുറി സെൽസ് ഉപയോഗിക്കുക. നിക്കൽ കാഡ്മിയം സെൽ റീചാർജബിൾ ടോർച്ചസ്, ക്യാമറാസ് തുടങ്ങിയവയിലാണ് നിക്കൽ കാഡ്മിയം സെൽസ് ഉപയോഗിക്കുക. ലിഥിയം അയൺ സെൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ് തുടങ്ങിയ റീചാർജിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സിലെല്ലാമാണ് ലിഥിയം അയൺ സെൽസ് ഉപയോഗിക്കുക.